നമസ്കാരം. അപ്പം ഇന്ന് നല്ലൊരു സൺഡേ ആണ്. എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പം എന്താ പറയുക, ഞാനും വീട്ടിലിരിക്കുവായിരുന്നു. വീട്ടിലിരിക്കുന്ന സമയം നമുക്ക് ആകെപ്പാടെ കിട്ടുന്ന ഒരു ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോകും. മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും ജോലിക്ക് പോകും. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു പനി കൂടെ പിടിച്ചു. പനി കൂടെ പിടിച്ച കാര്യം കൊണ്ട് നമുക്ക് വേറെ ഒരു പരിപാടി നടക്കത്തില്ല. ഇങ്ങനെ പോവുകയാണ്. അപ്പം നമുക്ക് ആകെപ്പാടെ കിട്ടുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോവും ഇവിടെ പോവും, എന്താ പറയുക, ഇവിടെ അങ്ങനെ വലിയ ദൂരത്തൊന്നും പോകത്തില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഞാനൊരു സെൽഫി സ്റ്റിക്കൊക്കെ മേടിച്ചിട്ട് നിങ്ങളെ വീഡിയോസൊക്കെ എടുത്തിട്ട് കാണിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളും ഒക്കെ കാണിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തുനിഞ്ഞിറങ്ങിയത്. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇന്നലെ കിട്ടേണ്ടതായിരുന്നു, അത് വന്നില്ല. അത് വരുമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് കാണിക്കാമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ന് കൂടെ ക്ഷമിക്കുക. കാരണം ഈ വീഡിയോസൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങളുണ്ട്. കാരണം സെറ്റപ്പുകൾ വേണം. നമ്മുടെ ഈ സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു മൊബൈലേ ഉള്ളൂ. അത് വെച്ചിട്ട് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നു, അതൊക്കെ ഉള്ളൂ. അപ്പം അടുത്ത ദിവസം അത് വരും. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലങ്ങളും ദൂരമുള്ള സ്ഥലങ്ങളും കുറച്ച് സ്ഥലങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഈ സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, നമ്മുടെ സ്ഥലമാണ്. നമ്മൾ നടന്നു പോകുന്ന സ്ഥലം ഇതാ കേട്ടോ. അപ്പം അത് നമ്മുടെ വീടെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മലമണ്ടയ്ക്കായിട്ട്. എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയാണ്. അപ്പോൾ പത്തനംതിട്ട കഴിഞ്ഞിട്ട് പത്തനംതിട്ടയിൽ നിന്ന് കുറച്ച് ദൂരത്ത് കാട്ടൂരെന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അത് റോഡ് സൈഡല്ല, കുറച്ച് മലമണ്ടയ്ക്കാണ്. കുറേ കുന്നും മലയും. ശബരിമല അയ്യപ്പൻ ഇരിക്കുന്ന സ്ഥലമൊക്കെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ കുന്നും മലയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ നടന്നൊക്കെ വേണം നമുക്ക് ജോലിക്ക് പോകാനും കാര്യങ്ങളുമൊക്കെ ആയിട്ട്. അപ്പം എല്ലാ ദിവസവും എന്തുവായാലും വീഡിയോസ് വേണം. പിന്നെ എത്ര വീഡിയോസ് ഇട്ടെന്ന് പറഞ്ഞാലും വ്യൂസ് ഇല്ല, ആൾക്കാർ കാണുന്നില്ല. അതാണ് ഒരു മെയിൻ പ്രശ്നം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. നല്ല വെയിൽ, നല്ല ചൂട്. അപ്പം വൈകുന്നേരത്തിനുള്ളിൽ എന്തെങ്കിലും വീഡിയോ വേണം. നമുക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പം ഇത് ആൾക്കാർ കാണാത്തത് കൊണ്ടാണ് നമുക്കൊരു വിഷമം. ആൾക്കാരൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പല സ്ഥലങ്ങളിൽ പോകാം, പല കാര്യങ്ങൾ കാണിക്കാം, പല അമ്പലങ്ങൾ കാണിക്കാം, പള്ളികൾ കാണിക്കാം, ഒക്കെ കാണിക്കാൻ പറ്റും. ഇതിപ്പോൾ ആൾക്കാർ കാണാത്ത കാരണം കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ടാണ് നമ്മളെത്ര റിസ്ക് എടുത്തിട്ട് വീഡിയോസ് ഇട്ടാലും എത്ര ഇതിട്ടാലും അധികം വീഡിയോ ഓടുന്നില്ല, ആൾക്കാർ കാണുന്നില്ല. ചിലപ്പം കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരുന്ന യൂട്യൂബ് അക്കൗണ്ട് ആയതുകൊണ്ടായിരിക്കും, എനിക്കറിയത്തില്ല അതിനെ പറ്റിയിട്ടൊന്നും. അപ്പം ഇങ്ങനെയൊക്കെ പോകുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു വാഴക്കൊല കുലച്ച് ഇങ്ങനെ കാണിച്ചിട്ട്, ഏത്തവാഴ അത് കണ്ടോണേ. എന്തോണ്ട് കണ്ട, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ തോട്ടങ്ങളൊക്കെ ഉണ്ട്, വാഴത്തോട്ടം, അൽബീസിയ സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇതൊക്കെ നിങ്ങളെ കാണിക്കാം. പക്ഷേ അതിൻ്റേതായിട്ടുള്ള സാധന സാമഗ്രികൾ നമ്മുടെ കയ്യിൽ കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്. എന്തായാലും ഒരു 10 ദിവസത്തിനുള്ളിൽ കുറച്ച് എന്തെങ്കിലും ചെറിയ വ്യത്യാസം നമ്മുടെ വീഡിയോസിനൊക്കെ വരും. പിന്നെ ക്ലാരിറ്റി ഒക്കെ ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി. കാരണം ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നല്ല മൊബൈൽ വേണം. നല്ല മൊബൈൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഏണിങ്സ് കിട്ടുമോ ഒക്കെ ചെയ്താലേ നമുക്ക് എന്തെങ്കിലും നല്ല രീതിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ തന്നെ കുറേ സാധനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. കയ്യിലിരിക്കുന്ന പൈസ കൊടുത്തിട്ടില്ല, വേറെ ഒന്നുമില്ല. പക്ഷെ അതിനുള്ള പ്രയോജനം പോലും നമുക്ക് കിട്ടുന്നില്ലെന്നുള്ളതാണ്. മൈക്കും സാധനമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പം സൗണ്ടിനുള്ള വ്യത്യാസമൊക്കെ അല്ലേ. ഇപ്പം കുറച്ചുകൂടെ ക്ലാരിറ്റി സൗണ്ട് കിട്ടാനും, അല്ലെന്നുണ്ടെങ്കിൽ സെൽഫി സ്റ്റിക്കും ട്രൈപോഡും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ചുകൂടെ നല്ലതായിട്ടൊക്കെ വീഡിയോസ് എടുക്കാം. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റൂ. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ജോലിക്ക് പോവാം. മെഡിക്കൽ സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളും, അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ വന്നിട്ടിരുന്നിട്ട് യൂട്യൂബിൻ്റെ കുറച്ച് ട്രിക്കൊന്നും നമുക്ക് വലിയതായിട്ടൊന്നും അറിയത്തില്ല, അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇടാറുണ്ട്. അതുകൊണ്ട് പനിയാണ് ഇപ്പോൾ എല്ലാവർക്കും മെയിനായിട്ടുള്ളൊരു സംഭവം. പനി വന്നിട്ട് എല്ലാവരും ഇരിക്കുന്ന സമയമാണ്. എനിക്കും പനി പിടിച്ചു. അപ്പോൾ പനി വന്നാൽ പേടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള മുൻകരുതലുകൾ എന്താണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആകെപ്പാടെ 1-2 പേരാണ് വീഡിയോ കണ്ടേക്കുന്നത്. അപ്പോൾ സപ്പോർട്ടില്ല, അതാണ് മെയിൻ സംഭവം. അപ്പം അതിന് എന്തായാലും വീഡിയോസ് വരും, അടുത്ത ദിവസങ്ങളിൽ വീഡിയോസ് വരും.
എല്ലാ ദിവസവും വീഡിയോസ് ഇടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതെന്തായാലും കാണും. അപ്പോൾ ശരി, ഓക്കെ. ഞായറാഴ്ച ആയതുകൊണ്ട് വെറുതെ ഒരു വീഡിയോ ഇട്ടാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. ബൈ, ടാറ്റ.